ദിലീപിന്റെ കേസിൽ ഒരു വിധി വന്നിരിക്കുകയാണ്. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. എന്താണ് ആദ്യ പ്രതികരണം? ആ കേസിൻ്റെ വിധിയെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ സന്തോഷകരമായ ഒരു വിധിയാണ്. കാര്യം അതിനകത്ത് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടു. കുറ്റം ചെയ്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ദിലീപിനെ കുറ്റവിമുക്തനാക്കി കോടതി പ്രഖ്യാപിച്ചു. അപ്പോൾ അത് ഒരു വളരെ സത്യസന്ധമായ ഒരു വിധിയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിലും നിങ്ങൾക്ക് സന്തോഷമാണ്? തീർച്ചയായിട്ടും. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടു, കുറ്റം ചെയ്യാത്ത ആൾ എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. അത് സത്യമാണെന്ന് ഇന്ന് കോടതി വിധിയിലൂടെ അത് തെളിഞ്ഞു. ബോധ്യം അങ്ങനെ തന്നെയായിരുന്നു. കാര്യം ഈ വ്യക്തികളെല്ലാം ഞങ്ങൾക്ക് അതിജീവിതയായാലും ദിലീപായാലും ഒക്കെ ഞങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു വളരെ ക്രൂരമായ ഒരു അനുഭവം ഉണ്ടായാലും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ദുഃഖമുണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ആ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് തന്നെയല്ല, അവരെ ഇനി കൂടുതൽ കടുത്ത ശിക്ഷ അവർക്ക് ലഭിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതാണ് ദിലീപിനെ വിട്ടതും അതുപോലെ തന്നെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അദ്ദേഹം കുറ്റം ചെയ്തെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അദ്ദേഹമായിട്ട് പലതവണ സംസാരിക്കുമ്പോൾ അതിനകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ഒരു കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നതിനൊരു ലിമിറ്റുണ്ടല്ലോ. അപ്പോൾ നമുക്കത് മനസ്സിലാവും അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ. അയാൾ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിച്ചിരുന്നതാണ്. ഇപ്പോൾ അത് തെളിഞ്ഞിരിക്കുന്നു. പ്രോസിക്യൂഷൻ പറയുന്നത് ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്, പക്ഷെ തെളിയിക്കാൻ കോടതിയിൽ സാധിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയുണ്ട്, അത് മേൽക്കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അതിലെന്താണ് ഒരു നിലപാട്? നീതിന്യായ വ്യവസ്ഥയുടെ കാര്യങ്ങളല്ലേ. കേസ് കഴിഞ്ഞാൽ ഒരു അപ്പീൽ പോവുകയൊക്കെ ചെയ്യും. അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. അസിറ്റീസ് ഒരു കോടതി ഇത്രയും നാൾ വിചാരണ നടത്തിയ ഒരു വിധി വന്നപ്പോൾ ഉള്ള ഒരു അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സംഘടനയെ സംബന്ധിച്ച് ഈ വിധി ഞങ്ങൾ സന്തോഷം പകരുന്നതാണ് എന്നുള്ളതാണ്. കാര്യം ഞങ്ങളുടെ നിരവധി ആൾക്കാരുടെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദിലീപ്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പടം റിലീസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ സംഘടനയിൽ നിന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും ആദ്യഘട്ടത്തിൽ ഈ ഒരു വിവാദം ഉണ്ടാകുന്ന സമയത്ത് പുറത്താക്കിയിരുന്നു. അതിനുശേഷം ഇനി തുടർ നടപടികൾ എങ്ങനെയാണ്? അത് ദിലീപിനെ പുറത്താക്കിയ നടപടിയിൽ എന്തെങ്കിലും ഒരു റീത്തിങ് ഉണ്ടാവും? അത് അന്ന് പെട്ടെന്ന് നമുക്കത് കാര്യം അറിയില്ലല്ലോ. സുപ്രഭാതത്തിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു. ആ ഘട്ടത്തിൽ എല്ലാ സംഘടനകളും ദിലീപിനെതിരെ നടപടിയെടുത്ത കൂട്ടത്തിൽ ഞങ്ങളും നടപടിയെടുത്തിരുന്നു. അന്ന് ഞങ്ങൾ എടുത്ത നടപടി പിന്നീട് കുറേ കാലം കഴിഞ്ഞ് അയാൾ സിനിമ ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങളതൊന്ന് സിനിമയ്ക്കുള്ള പെർമിഷനൊക്കെ കൊടുത്തിരുന്നു. ആ നടപടി ഓട്ടോമാറ്റിക്കായിട്ട് മാറുമല്ലോ. അതിന് കമ്മിറ്റി കൂടിയാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവരുടെയും അഭിപ്രായം കേട്ടതിന് ശേഷമാണ് എനിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. അത് സ്വാഭാവികമാണല്ലോ. അയാൾ കുറ്റവിമുക്തനായാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഘടനാ സിസ്റ്റം ഉണ്ട്, അതനുസരിച്ച് നടക്കും. സംഘടനയിലേക്ക് തിരിച്ചെടുക്കുന്നത് ഉടനടി ഉണ്ടാവും, അല്ലെങ്കിൽ അതിവേഗമായ നടപടിക്രമങ്ങൾ ഉണ്ടാവും? അദ്ദേഹം ഈ സംഘടനയിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. അദ്ദേഹം പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്ന് മെമ്പറാണെന്നുള്ള ആൾ. മെയിനായിട്ട് അദ്ദേഹം അമ്മ അസോസിയേഷനിലെ അംഗമാണ്. ഞങ്ങളുടെ സംഘടനയിലെ ഒരു അസോസിയേറ്റ് അംഗമായിരുന്നു അദ്ദേഹം. ഇനി സിനിമ ചെയ്യുമ്പോൾ ഓൾറെഡി ടെമ്പററി മെമ്പർഷിപ്പ് എടുത്ത് ചെയ്തുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങളുടെ ആ പഴയ മെമ്പർഷിപ്പ് ഈ കാര്യത്തിൽ പുറത്താക്കിയതുകൊണ്ട് തിരിച്ചു കൊടുക്കും. അതിപ്പോൾ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തതിന് ശേഷമേ തീരുമാനം എടുക്കുള്ളൂ. എനിക്കിപ്പോൾ ഇവിടെ പറയാൻ സാധിക്കില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.